അവിടെ ചെയ്യാൻ പറഞ്ഞ സാധനങ്ങളിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം പറയും 1 മാസത്തേക്ക്. അവിടെ വേറെ ഒന്നും സംസാരിക്കാനൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ പോലും പറയും. എന്തെങ്കിലും പറയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം പറയും അങ്ങനെയാണെന്നുണ്ട് ഇറങ്ങിപ്പോയിക്കോന്ന്. നമുക്കാണെന്നുണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇറങ്ങിയിട്ട് വേറെ അങ്ങോട്ട് പോകാൻ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അവിടെ പിടിച്ചിരുന്നത്. പിന്നെ തോന്നി ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ലാന്ന്. എടാ ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് ഇതിപ്പോൾ എനിക്ക് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് ഷമീറിൻ്റെ പെങ്ങളെ കല്യാണം ഇപ്പോൾ ഓൾറെഡി വരാൻ പോവുക. ആ സമയത്ത് ഓനിപ്പോൾ സ്ഥിരമായിട്ട് ഓന് സ്ട്രീം തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓനെക്കൊണ്ട് സ്ട്രീം തുടങ്ങിപ്പിച്ചിട്ട് എടാ ഓനൊരു ദിവസം 6-7 മണിക്കൂർ ചെയ്യും. കാരണം അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊടുക്കാമല്ലോ. പെങ്ങളെ കല്യാണത്തിന് നമുക്ക് എല്ലാവരും ആഗ്രഹം. ഓൻ്റെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല. ഓൻ പൈസ എങ്ങനെയെങ്കിലും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓനെന്താക്കി അത്രത്തോളം ഒരു 6-7 മണിക്കൂർ സ്ട്രീം ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ പൈസ മൊത്തം പോകുന്നത് നിയാദിൻ്റെ അക്കൗണ്ടിലേക്ക്. നിയാദ് ഇതൊന്നും അറിയാണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മേടിച്ച്. അപ്പോൾ ഷമീർ പോയി ചോദിച്ചു, ഷമീർ നിയാദെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞ സമയത്ത് നോക്കിയിട്ട് ആലോചിക്കുക, അത് നീ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഞാൻ നോക്കി ചെയ്തു തരും. ഇങ്ങനെ നോക്കി ചെയ്തു തരും എന്നുകൊണ്ട് ഇത്രയും കാലം നമ്മളെല്ലാവരും വലിപ്പിച്ചത്. നമുക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ എന്തായി കഴിഞ്ഞാലും നമ്മളെ വെച്ചിട്ട് നമ്മൾ ആദ്യം വിചാരിച്ച് നിയാദിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കായിരിക്കും എല്ലാ നേട്ടങ്ങൾ. അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവുക. അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ ഓർഗ് എന്ന് പറഞ്ഞ സാധനം, ഓർഗ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. നിങ്ങളെ പറഞ്ഞ് വെറുതെ പറ്റിക്കുകയാണ്. ഒരു ഓർഗും ഇല്ല. അൾട്ടിമേറ്റ് എല്ലാ തീരുമാനങ്ങളും ഓൻ പറയുന്നില്ല ലൈവിൽ എന്ത് കാര്യം വന്നു കഴിഞ്ഞാൽ ഓർഗിനോട് ചോദിക്കാമെന്ന്. ഓർഗൊന്നും ഇല്ലടാ. MRG എന്ന് പറഞ്ഞ ഓർഗൊന്നും ഇല്ല. അത് പണ്ടേ ഇവരൊരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി, ഈഗിൾ ഇവരൊക്കെ ഉണ്ട ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ ഏതൊരാൾ ഗൾഫിലുണ്ട്. പക്ഷേ അത് ഇവൻ്റെ ഓർഗോ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. ഇവൻ തന്നെയാണ് അൾട്ടിമേറ്റ് തീരുമാനിക്കുന്നത്. പിന്നെ പ്രൊമോഷൻ്റെ ആൾക്കാർ പറയാനുള്ളത്, നിങ്ങൾക്കൊരു പക്ഷേ മമ്മൂൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പാർട്ട്ണർഷിപ്പിലും കൂടിയൊക്കെയാണ്. അവർക്കൊന്നും ഒരു ഉറുപ്പ്യ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുക, അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മൾ ഇന്നേവരെ സംസാരിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സെൻറ്റർ ഓഫ് അട്രാക്ഷനും പില്ലറൊക്കെ ഓനാണ് എന്നാണോ പറയുന്നതും അങ്ങനെ തന്നെ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും സംസാരിക്കാൻ പോലുള്ളൊരു കാര്യങ്ങളില്ല. എന്നിട്ട് ഷമീറിനോട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ. അപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ സമയത്ത് ഷമീർ അപ്പം ഇറങ്ങി. വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അന്നും ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിൽ എനിക്ക്